Hi friends, BCom second സെമ്മിൽ പഠിക്കാനുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന ചാപ്റ്ററിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ബാലൻസ് ഷീറ്റിലെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Equity means the claim of shareholders over the assets owned by the company. കമ്പനിയുടെ അസറ്റ്സിൻ്റെ മുകളിൽ ഷെയർ ഹോൾഡേഴ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുകളെ നമ്മൾ ടോട്ടലായിട്ട് വിളിക്കുന്നതാണ് ഇക്വിറ്റി മീൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, അതുപോലെ തന്നെ റിസർവ്സ്, ക്യാപിറ്റൽ, ഇതെല്ലാം ഇക്വിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. മീൻസ് ഇക്വിറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റിൻ്റെ മുകളിൽ എത്രത്തോളം ഫണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഫണ്ട് അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും, ഇതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി ഒരിക്കലും റീപേ ചെയ്യേണ്ടി വരില്ല. ഇക്വിറ്റി ഈസ് നോട്ട് റീപെയ്ഡ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ലിക്വിഡേഷൻ്റെ സമയത്ത് മാത്രം. ലിക്വിഡേഷൻ മീൻസ് കമ്പനി വൈൻഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് അതിൻ്റെ ബിസിനസ് ക്ലോസ് ചെയ്ത് ബിസിനസ് അടയ്ക്കുന്നത് വരെ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഈ ഒരു ക്ലെയിം തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നോട്ട് റീപെയ്ഡ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ലിക്വിഡേഷൻ്റെ സമയത്ത് മാത്രമേ ഇത് കമ്പനി തിരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് നൽകുകയുള്ളൂ. ഇക്വിറ്റിയുടെ അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഹെഡുകളാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും നെക്സ്റ്റ് അതർ ഇക്വിറ്റിയും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ഷോ ചെയ്യുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, അതുപോലെ തന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഏതൊക്കെയാണ്, അൺപെയ്ഡ് ക്യാപിറ്റൽ ഏതൊക്കെയാണ്, കോൾസ് അൺപെയ്ഡ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, ഫോർഫീച്ചർ ഷെയർസ് ഉണ്ടെങ്കിൽ ഉണ്ടോ, അതൊക്കെ ഷോ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന അണ്ടറിലാണ്. നെക്സ്റ്റ് അതർ ഇക്വിറ്റിയിലാണ് മെയിനായിട്ടുള്ള റിസർവ്സും സർപ്ലസും ഒക്കെ ഷോ ചെയ്യുന്നത് അതർ ഇക്വിറ്റിയിലാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ അതർ ഇക്വിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ചില ലാർജ് പ്രോഫിറ്റ് മേക്കിംഗ് ഫേംസ് ആണെങ്കിൽ, കമ്പനീസ് ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് വരാനുള്ള ചാൻസ് ഉണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് പല ഫോമിൽ കാണും. അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ ഓർത്ത് വയ്ക്കണം. ക്യാപിറ്റൽ റിസർവ്സ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ റിസർവ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, അതുപോലെ തന്നെ സ്പെസിഫൈ ചെയ്യുന്ന അതർ റിസർവ്സ്, നെക്സ്റ്റ് റീറ്റേൺഡ് ഏർണിങ്സ്. ഇതാണ് മെയിനായിട്ടും റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ സബ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐറ്റം നോൺ കറണ്ട് ലയബിലിറ്റീസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ് മീൻസ് 12 മന്ത്സിന് മുകളിൽ ടൈം ഉണ്ട് സെറ്റിൽ ചെയ്യാൻ. 12 മന്ത്സിൽ കൂടുതൽ ടൈം അവൈലബിൾ ആയിട്ടുള്ള ലയബിലിറ്റീസ് ആണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ദീസ് ലയബിലിറ്റീസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് ആഫ്റ്റർ 12 മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇത് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് ഹെഡ്സ്. താഴെ പറയുന്ന ഈ കാണുന്ന ഹെഡുകളിലായിട്ടാണ് വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, നോൺ കറണ്ട് പ്രൊവിഷൻസ്, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, ദെൻ ലാസ്റ്റ് വൺ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ മെയിനായിട്ട് വരുന്നത് ബോറോയിങ്സും അതുപോലെ തന്നെ നോൺ കറണ്ട് ട്രേഡ് പേയബിൾസും ആണ്. ഇപ്പോൾ ബോറോയിങ്സിൽ മെയിനായിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് ബോൺസ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ലോണുകൾ. ടേം ലോൺസ് വരും, ലോങ് ടേമിലെ ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫ്രം അതർ പാർട്ടീസ്. ബാങ്കിൽ നിന്ന് എടുക്കുന്ന ടേം ലോൺസും അതുപോലെ തന്നെ അതർ പാർട്ടീസിന് എടുക്കുന്ന ടേം ലോൺസും ബോറോയിങ്സിൽ വരുന്നതാണ്. ബോറോയിങ്സ് മീൻസ് കടം വാങ്ങിയത്. ഫർദറായിട്ട് ബോറോയിങ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബ് ക്ലാസിഫിക്കേഷൻ സെക്യൂർഡ് ബോറോയിങ്സ് ഉണ്ട്, അൺസെക്യൂർഡ് ബോറോയിങ്സ് ഉണ്ട്. സെക്യൂർഡ് ബോറോയിങ്സ് എന്നാൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള, തിരിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ബോറോയിങ്സ് ആണ് സെക്യൂർഡ് ബോറോയിങ്സ്. അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി നൽകിയിട്ടില്ലെങ്കിൽ അത് അൺസെക്യൂർഡ് ബോറോയിങ്സ് ആണ്. നെക്സ്റ്റ് നോൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ വരുന്നതായിട്ടാണ് ട്രേഡ് പേയബിൾസ്. നോൺ കറണ്ട് ട്രേഡ് പേയബിൾസ് മീൻസ് 12 മന്ത്സിന് മുകളിലുള്ള ട്രേഡ് പേയബിൾസിനെയാണ് നോൺ കറണ്ട് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. ട്രേഡ് പേയബിൾസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ 12 months പീരീഡ് ആർ ക്ലാസിഫൈഡ് ആസ് നോൺ കറണ്ട് ട്രേഡ് പേയബിൾസ്. നോൺ കറണ്ട് പ്രൊവിഷൻ ആദ്യം ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഈസ് മെയ്ഡ് വെൻ ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ ആൻഡ് ഹാസ് ടു ബി എസ്റ്റിമേറ്റഡ്. ഇപ്പോൾ മീൻസ് ഏതെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ട്, ആ ലയബിലിറ്റി ഫ്യൂച്ചറിൽ ഒക്കോർ ചെയ്യാനുള്ളതാണ്, പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് എമൗണ്ട് ഇപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അൺസർട്ടൈൻ ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന
എമൗണ്ടിനെ അതിലെടുത്ത് വെക്കുന്ന എമൗണ്ട് നമ്മൾ വിളിക്കുന്നതാണ് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ടൈപ്പ് പ്രൊവിഷൻസ് ആണുള്ളത്, നോൺ കറണ്ടും പ്രൊവിഷൻസ് ആണ്. ഷോർട്ട് ടേമിലേക്കാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കറണ്ട് പ്രൊവിഷൻസ് ആണ്. ലോങ് ടേമിലേക്കാണെങ്കിൽ അത് നോൺ കറണ്ട് പ്രൊവിഷൻസ് ആണ്. നോൺ കറണ്ട് പ്രൊവിഷൻസിൽ മെയിനായിട്ടും വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സും അതേഴ്സും ആണ്. സ്പെസിഫൈ ചെയ്ത് പറയാണ്. വേറെ ഏതെങ്കിലും ലോങ് ടേം പ്രൊവിഷൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതുമാണ് നോൺ കറണ്ട് പ്രൊവിഷൻസിൽ വരുന്നത്. അപ്പോൾ ഓർക്കേണ്ടത് പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നോൺ കറണ്ട് പ്രൊവിഷനാണ്. നെക്സ്റ്റ് വൺ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് are expected to be paid within 12 months from the date of the balance sheet or with the normal operating cycle of the entity. ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മീൻസ് 12 മന്ത്സിനുള്ളിൽ പേ ചെയ്യേണ്ടി വരുന്ന ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. കറണ്ട് ലയബിലിറ്റിയുടെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത് 12 മാസമായിരിക്കും. കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന മെയിൻ ഹെഡിങ്സ് ആണ് കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതർ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് പ്രൊവിഷൻസ്, കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. അതിൽ ഫസ്റ്റ് വൺ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ 2 കാറ്റഗറീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്, കറണ്ട് ബോറോയിങ്സും അതുപോലെ തന്നെ കറണ്ട് ട്രേഡ് പേയബിൾസും. കറണ്ട് ബോറോയിങ്സിൽ വരുന്നതാണ് ലോൺസ് ഓൺ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അടയ്ക്കേണ്ട ലോണുകൾ ഫ്രം ബാങ്കും അല്ലെങ്കിൽ അതർ പാർട്ടീസിനുള്ള കറണ്ട് ലോൺസ്. അതുപോലെ തന്നെ കറണ്ട് ട്രേഡ് പേയബിൾസ് മീൻസ് 12 മന്ത്സിന് താഴെ മെച്യൂരിറ്റി പീരീഡുള്ള ട്രേഡ് പേയബിൾസ് ആണ് കറണ്ട് ട്രേഡ് പേയബിൾസ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് അതർ കറണ്ട് ലയബിലിറ്റീസ്. അതർ കറണ്ട് ലയബിലിറ്റീസിലാണ് ഇൻട്രസ്റ്റ് അക്രൂഡ്, അൺപെയ്ഡ് ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ കറണ്ട് മെച്യൂരിറ്റീസ് ഓഫ് ലോങ് ടേം ഡെപ്റ്റ്. ഏതെങ്കിലും ലോങ് ടേം ഡെപ്റ്റ് ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഡ്യൂ ആവുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ കറണ്ട് മെച്യൂരിറ്റീസ് ഓഫ് ഫിനാൻസ് ലീസ് ഒബ്ലിഗേഷൻസ്. ഏതെങ്കിലും ഫിനാൻസ് ലീസ് ഒബ്ലിഗേഷൻ ഉണ്ട്, അതിൻ്റെ മെച്യൂരിറ്റി ഈ വർഷമാണെങ്കിൽ ഇതൊക്കെ വരുന്നത് അതർ കറണ്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിലാണ്. നെക്സ്റ്റ് വൺ അതർ കറണ്ട് ലയബിലിറ്റീസ്. അതർ കറണ്ട് ലയബിലിറ്റീസിൽ മെയിനായിട്ട് വരുന്ന 2 ഹെഡിങ്സ് റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസും അതർ അഡ്വാൻസസും ആണ്. റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ആ രീതിയിൽ ഏതെങ്കിലും റവന്യൂ റിസീവ് ചെയ്യാനുണ്ട്, അത് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് അതർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. പിന്നെ ഏതെങ്കിലും അഡ്വാൻസസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അതർ കറണ്ട് ലയബിലിറ്റീസിലെങ്കിൽ അതും വരും, അതെങ്കിലും അഡ്വാൻസസ്. നെക്സ്റ്റ് കറണ്ട് പ്രൊവിഷൻസ് ആണ്. കറണ്ട് പ്രൊവിഷൻസിലും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ അത് കറണ്ട് പ്രൊവിഷൻസ് ആണ്. ലാസ്റ്റ് വരുന്നത് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ടാക്സ് ലയബിലിറ്റീസിൽ വരുന്നത് ഓരോ ബിസിനസ്സും അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും. മീൻസ് ഈ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻകം ഇത്ര ഉണ്ടാവും എന്നുള്ള ബേസിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യും. ചില സമയത്ത് അഡ്വാൻസ് ടാക്സ് പേ ചെയ്തത് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ടാക്സ് പേയബിളിനേക്കാൾ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്നതാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റി. മീൻസ് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി മൈനസ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റിനെ വിളിക്കുന്നതാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. കറണ്ട് ടാക്സ് ലയബിലിറ്റിയും ലയബിലിറ്റീസിൻ്റെ ഹെഡിൽ വരുന്നതാണ്.